പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗർഭോ ഞായർ അല്ലെങ്കിൽ കുഷ്ഠരോഗിയുടെ ഞായറാഴ്ച എന്ന് പറയുന്ന ദിവസത്തെ വേദപുസ്തക ധ്യാനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സന്ധ്യാവായനയിലൂടെയും പ്രഭാത വായനയിലൂടെയും പഴയ നിയമ പുസ്തകങ്ങളിലൂടെയും ശ്ലീഹാവായനകളിലൂടെയെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം കടന്നു പോന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ധ്യാനിക്കുവാനായിട്ട് ഈ ഞായറാഴ്ചത്തെ എവൻഗേലിയൻ നമ്മൾ എടുക്കുകയാണ്. വിശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെ വാക്യങ്ങളും 4-ാം അധ്യായത്തിൻ്റെ 40 മുതൽ 41 വരെ വാക്യങ്ങളുമാണ് നമ്മൾ ധ്യാനത്തിനായിട്ട് സഭാപിതാക്കന്മാർ നമുക്ക് ക്രമീകരിച്ച് തന്നിരിക്കുന്നത്. ആ ഭാഗം തന്നെയാണ് നമ്മളും തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നലെ ഞങ്ങൾ ധ്യാനിച്ചു പോകുന്നതിൻ്റെ ബാക്കി ഭാഗം ഇന്ന് ഞങ്ങൾ ധ്യാനത്തിനായിട്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ചുറ്റുപാടുള്ള എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ഞങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള എല്ലാ പ്രലോഭനങ്ങളെയും അവഗണിച്ചുകൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ക്രിസ്തുയേശുവിനോട് ചേർന്ന് നിന്ന് ഈ വചനത്തെ ധ്യാനിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുഷ്ഠരോഗി അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് വിശുദ്ധി നേടിയതുപോലെ ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് യോശുവയുടെ പുസ്തകം 3:5 ഞങ്ങൾ വായിക്കുന്നത് പോലെ ഈ ശനിയാഴ്ച ദിവസം ഞങ്ങളെ ശുദ്ധീകരിച്ച് ഞായറാഴ്ച വിശുദ്ധ ആരാധനയിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം കൃപ ചൊരിയണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അതിനായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെ വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്. പിന്നീടൊരിക്കൽ യേശു ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. യേശു അവനോട് പറഞ്ഞു, ഇക്കാര്യം നീ ആരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യാം. എന്നാൽ യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ. അവൻ്റെ വാക്ക് കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി. അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇതാണ് ആദ്യ ഭാഗം. നമുക്ക് ഒന്ന് ധ്യാനിച്ചു പോകാം. പ്രിയമുള്ളവരെ, ലേവ്യർ പുസ്തകം 14-ാം അധ്യായത്തിൽ 1 മുതൽ 32 വരെ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ കുഷ്ഠരോഗി എങ്ങനെയാണ് സമൂഹത്തിലായിരിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായി നമ്മളെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ലേവ്യർ പുസ്തകം 14-ാം അധ്യായത്തിൽ കർത്താവ് മോശയോട് അരുളി ചെയ്തു, കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിനത്തിൽ അനുഷ്ഠിക്കേണ്ട നിയമം ഇതാണ്. അവനെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ പാളയത്തിന് പുറത്തു പോയി അവനെ പരിശോധിക്കണം. രോഗി സുഖം പ്രാപിച്ചെന്ന് കണ്ടാൽ ശുദ്ധിയുള്ള 2 പക്ഷികൾ, ദേവദാരു, ചുമന്ന നൂൽ, ഈസോപ്പ് ചെടി എന്നിവ കൊണ്ടുവരാൻ നിർദ്ദേശിക്കണം. നിങ്ങൾ സമയത്തിൻ്റെ ക്രമീകരണം അനുസരിച്ച് ആ ഭാഗം വായിച്ചു കൊള്ളുക. ലേവ്യർ പുസ്തകം
14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വാക്യങ്ങൾ. 13-ാം അധ്യായത്തിൽ 45-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: കുഷ്ഠമുള്ളവൻ കീറിയ വസ്ത്രം ധരിക്കുകയും മുടി ചീകാതിരിക്കുകയും മേൽചുണ്ട് തുണി കൊണ്ട് മറയ്ക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം. രോഗമുള്ള കാലമെല്ലാം അവൻ അശുദ്ധനാണ്. അവൻ പാളയത്തിന് വെളിയിൽ ഒരു പാർപ്പിടത്തിൽ ഏകനായി വസിക്കണം. കുഷ്ഠരോഗം വല്ലാത്തൊരു വേർപാടാണ് മനുഷ്യന് നൽകുന്നത്. ത്വക്ക് രോഗമുള്ള ആളുകൾ അശുദ്ധരായതിനാൽ പഴയനിയമം അനുസരിച്ച് പരിശുദ്ധ നഗരത്തിൽ പ്രവേശിക്കുവാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. അവരെ അതിന് വിലക്കിയിരുന്നു. നമ്മൾ വായിച്ചു കേട്ട ആ ഭാഗം 13-ന്റെ ലേവ്യർ 13-ന്റെ 45 രോഗമുള്ള കാലമെല്ലാം അവൻ അശുദ്ധനാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പാളയത്തിന് വെളിയിൽ ഒരു പാർപ്പിടത്തിൽ ഏകനായി വസിക്കണം. ഇതാണ് കുഷ്ഠരോഗിയുടെ ഒരവസ്ഥ. ഈ അവസ്ഥയിൽ നിന്ന് മാറിയാണ് ഇവിടെ കുഷ്ഠരോഗി യേശുവിനോട് വന്ന് പറയുന്നത്: അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയുമെന്ന്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശു പറഞ്ഞ വാക്കിതാണ്: എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകുക. അവനെ കൈനീട്ടി തൊട്ടുകൊണ്ട് പറഞ്ഞു: എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകുക. എന്നെ സൗഖ്യമാക്കാൻ കഴിയുമെന്നല്ല അവൻ പറഞ്ഞത്, എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അപ്പോൾ ശരീരത്തിൻ്റെ വേദനയേക്കാൾ വലുതാണ് മനസ്സിൻ്റെ വേദന. അതിനേക്കാൾ വലുതാണ് സമൂഹത്തിൻ്റെ അവഗണന. രോഗം വരുന്നത് ആരും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടല്ല എന്ന് നമുക്കറിയാം. പല രോഗികളും അവരുടെ രോഗാവസ്ഥ അവർ അറിയാതെ തന്നെ ഉണ്ടായതാണെന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ധാരാളം കുഷ്ഠരോഗികളുമായിട്ട് സംസാരിക്കുവാനിടയായിട്ടുണ്ട്. കുഷ്ഠരോഗികളായിട്ട് ഭിക്ഷാടനത്തിന് വരുന്ന ധാരാളം ആളുകളെ ഒരുമിച്ച് കൂട്ടി ദൈവസ്നേഹം പങ്കുവെക്കുവാനും അവർക്ക് ഭക്ഷണം കൊടുക്കുവാനും അവരെ കുളിപ്പിക്കുവാനും അവരുടെ വസ്ത്രങ്ങൾ കഴുകി കൊടുക്കുവാനൊക്കെ ദൈവകൃപയാൽ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അറപ്പില്ലാതെ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുമുണ്ട്. 5 ദിവസത്തെ ഒരു ക്യാമ്പിൽ വെച്ച് പല കുഷ്ഠരോഗികളായിട്ടുള്ള സഹോദരങ്ങളും പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളുകൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉന്നതിയിലൊക്കെ ജീവിച്ചിരുന്നവരാണ്. ഈ രോഗം വന്നതോടുകൂടി ഞങ്ങളെല്ലാവരാലും ആട്ടി ഓടിക്കപ്പെട്ടു. ഒരു തൊഴിൽ ചെയ്യാൻ സാധിക്കില്ല. ഒരു കുഷ്ഠരോഗിയാരുമാകും പറഞ്ഞു, അവർക്ക് ഒരു കോളനിയിൽ ഒരു വൈദികൻ, ഒരു കത്തോലിക്ക വൈദികൻ അവർക്ക് പശു വാങ്ങിക്കൊടുത്തു സ്വയം പര്യാപ്തയിലെത്താൻ വേണ്ടി. പശുവിൻ്റെ പാലുകൊണ്ട് ഡയറി ചെന്നപ്പോൾ അവിടെ എടുക്കില്ല. കാരണം കുഷ്ഠരോഗിയുടെ പാല് മേടിക്കാൻ ആരും തയ്യാറാകുന്നില്ല. ആ പദ്ധതി പൊളിഞ്ഞു. ഭിക്ഷാടനമല്ലാതെ വേറൊരു നടപടിയില്ല. എന്തു ചെയ്താലും സമൂഹം സ്വീകരിക്കില്ല, അംഗീകരിക്കില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ലെപ്രസി ആശുപത്രി, രോഗികൾ മാത്രം താമസിക്കുന്ന കോളനികളൊക്കെ ഉണ്ടല്ലോ. അവിടെയൊക്കെ ഒന്ന് കടന്നു ചെന്ന് അവരുടെ വേദനകളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സലിയും. ഇവരിത്രമാത്രം എന്താ പറയുന്നത്, വേദന അനുഭവിക്കുന്നവരാണ്. അവിടെയാണ് യേശുവിൻ്റെ മനസ്സലിവ്, യേശുവിൻ്റെ കരുണ കൈനീട്ടി സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, നീ ശുദ്ധനാകും, എനിക്ക് മനസ്സുണ്ട്, ഞാൻ ദൈവമാണ് എന്ന് അതിലൂടെ യേശു കൽപ്പിച്ച് അരുളുകയാണ്. നമുക്കും പല രീതിയിൽ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ, സമൂഹം അവഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന
വേദനകളൊക്കെ എത്ര വലുതാണ്. നമ്മുടെ ഇടയിലൊക്കെയുള്ള പല ആളുകളെയും നമ്മൾ അങ്ങനെയല്ലേ, പലരും ആത്മഹത്യ ചെയ്യുന്നതൊക്കെ അതുകൊണ്ടല്ലേ. ഒറ്റപ്പെടുക, അവഗണന ഏറ്റുവാങ്ങുക, ഇതൊന്നും മനുഷ്യർക്ക് സഹിക്കാവുന്നതിലൊക്കെ അപ്പുറത്താണ്. ഈ നാളുകളിലൊക്കെ ഒത്തിരി വേദന അനുഭവിക്കുന്ന, അവഗണന അനുഭവിക്കുന്ന ഒരു സമൂഹമായിരുന്നു ഈ ട്രാൻസ്ജെൻഡറുകൾ എന്ന് പറയുന്ന വിഭാഗം. അവരൊക്കെ അവരുടെ അനുഭവം, ജീവിതത്തിൽ അവരുടെ സ്വന്തപ്പെട്ട് വരുന്ന പോലെ ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ ചില ഇൻ്റർവ്യൂകളിലൊക്കെ അവർ സങ്കടത്തോടെ പറയുമ്പോൾ അവർ എന്തിനാണങ്ങനെ ജനിച്ചതെന്ന് പോലും ചിന്തിച്ചു പോകുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് യേശു ആകാൻ കഴിഞ്ഞില്ലെങ്കിലും, യേശു ആകണമെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അത്രയും എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു മനസ്സലിവ് ഈ ഭിക്ഷാടകരായി നമ്മുടെ മുമ്പിൽ വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ചുറ്റും കാണുന്ന കുഷ്ഠരോഗികളോട് കാണിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ മേൽ അപ്പം തന്നെ പ്രവഹിച്ചു. യേശുവിൻ്റെ ആ ഒരു അത്ഭുതമെന്ന് പറയുന്നതിനേക്കാൾ പ്രിയമുള്ളവരെ, അവിടെ ഒരു വിടുതലാണ്, ഒരു സ്വാതന്ത്ര്യമാണ് അവന് ലഭിച്ചത്. പീഡിതർക്ക് സ്വാതന്ത്ര്യം കർത്താവിൻ്റെ പ്രഖ്യാപനമാണല്ലോ. അടിച്ചമർത്തപ്പെട്ടവർക്ക് വിടുതൽ. അപ്പോൾ അടിച്ചമർത്തപ്പെട്ട ഒരു ജനസമൂഹത്തിന് യേശു വിടുതൽ കൊടുക്കുകയാണ്. ഞാനൊരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചു, 27,000 പേരെ 1973 കാലഘട്ടങ്ങളിൽ തെരുവിൽ നിന്ന് മദർ തെരേസ രക്ഷിച്ച ആളുകളുടെ എണ്ണമാണ് 27,000 പേര്. അതിൽ ധാരാളം പേര് കുഷ്ഠരോഗികളുണ്ടായിരുന്നു എന്നാണ്. മാരകമായ വിധം മനസ്സിനും ശരീരത്തിനൊക്കെ ക്ഷതമേറ്റവർ. ഫ്രാൻസിസിയുടെ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, കുഷ്ഠരോഗിയുടെ ശരീരത്തിൽ ഒഴുകുന്ന പഴുപ്പ് അത് ക്രിസ്തുവിൻ്റെ രക്തമാണെന്ന് പറഞ്ഞ് ഫ്രാൻസിസി കുടിച്ചു എന്നാണ് പറയുന്നത്. അത്രമാത്രം കുഷ്ഠരോഗിയിൽ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസൊക്കെ ദൈവ സ്നേഹം അനുഭവിച്ചു. അന്ന് ക്രിസ്തുമസിൻ്റെ തലേ ദിവസം മദറിൻ്റെ സ്ഥാപനത്തിൽ കുഷ്ഠരോഗികളായിട്ടുള്ള മക്കൾക്ക് ഒരു പാർട്ടി ഉണ്ടായിരുന്നു, ഒരു വിരുന്ന്. ആ വിരുന്നിൽ മദർ തെരേസ ഇങ്ങനെ പ്രസംഗിച്ചു, ദൈവത്തിൽ നിന്ന് നിങ്ങൾക്കൊരു സവിശേഷ സമ്മാനമുണ്ട്. അതായത് അവന് നിങ്ങളോട് സവിശേഷമായ സ്നേഹമുണ്ട്. നിങ്ങളുടെ ശരീരത്തിലെ രോഗം പാപമല്ല. ഇതാണ് മദറിൻ്റെ പ്രസംഗം. അപ്പോൾ അവിടെ വൃദ്ധനായ ഒരു മനുഷ്യൻ, ശരീരമാകെ കുഷ്ഠം ബാധിച്ച ഒരു വ്യക്തി പതുക്കെ നടന്ന് മദറിൻ്റെ അടുത്ത് ചെന്നു. മദറിനോട് പറഞ്ഞു, ഒന്നുകൂടി പറയുമോ എന്ന് ചോദിച്ചു. എനിക്കത് ഒന്നും കൂടി കേൾക്കുന്നത് നല്ലതാണ് എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. ആരും എന്നെ സ്നേഹിക്കുന്നില്ലെന്നാണ് ഞാൻ കരുതിയത്. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് കേൾക്കാൻ കൊതിയാവുന്നു, ഒന്നുകൂടി പറയൂ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇതാണ് ഒരു കുഷ്ഠരോഗിയുടെ മനസ്സിൻ്റെ വേദന. സവിശേഷമായി ദൈവം നിങ്ങൾക്കൊരു സമ്മാനം തരുന്നു, ആ ദൈവത്തിൻ്റെ സ്നേഹമാണെന്ന് മദർ പറഞ്ഞപ്പോൾ ഒരിക്കൽ കൂടി അത് എനിക്ക് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുഷ്ഠരോഗി. എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ ഒരു കുഷ്ഠരോഗിയുടെ അടുത്ത് ഇരുന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ടായെന്നാണ് പറയുന്നത്. തൊടുപുഴ വാഴക്കുളം പ്രദേശത്ത് റോഡ് വക്കിൽ ടൗണിനോടടുത്ത്
ഒരു കുഷ്ഠരോഗിയിരുന്ന് ഭിക്ഷ യാചിക്കുകയാണ്. എൻ്റെ സുഹൃത്ത് തൻ്റെ ബുള്ളറ്റിൽ ആ വഴി കടന്നുപോയപ്പോൾ ഈ കുഷ്ഠരോഗി അവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ട് അദ്ദേഹം കുറച്ച് ദൂരെ ബുള്ളറ്റ് നിർത്തി ഒതുക്കി വെച്ചിട്ട് ഇവിടെ വന്നു. കുഷ്ഠരോഗിയോട് സുഖമാണോ സ്നേഹിത, സന്തോഷമാണോ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ അത്ഭുതപ്പെട്ട് ഇദ്ദേഹത്തെ നോക്കി. വെറും ചോദ്യമല്ല, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ഇരിക്കുന്ന ഇരിപ്പിൽ അദ്ദേഹത്തിൻ്റെ ആ ഭിക്ഷയ്ക്കിരിക്കുന്ന ആ സ്ഥലത്ത് തന്നെ ഈ മനുഷ്യനും കുനിഞ്ഞ് കുന്തുകാലിലിരുന്നിട്ടാണ് വിശേഷങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഈ കുഷ്ഠരോഗിയായ മകൻ പറഞ്ഞു, നിങ്ങളങ്ങ് ദൂരെ നിന്ന് ബുള്ളറ്റിന് വന്ന ശബ്ദം കേട്ടപ്പോൾ നിങ്ങളുടെ തടിയും നിങ്ങളുടെ പൊക്കവും എല്ലാം വെച്ച് കൊള്ളാമല്ലോ എന്ന്, ആ വണ്ടിക്ക് യോജിച്ച ഒരു പേഴ്സണാലിറ്റി ആണല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ ആ വണ്ടി ഒതുക്കി വെച്ച് എൻ്റെ അടുത്ത് വന്ന് എന്നോട് സംസാരിച്ചത് എനിക്ക് അത്യധികം അത്ഭുതമായി തോന്നി എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എല്ലാവരും തന്നെ ഒരു ഉയർന്ന കുലത്തിൽ ജനിച്ചയാളാണ്, എല്ലാവരും തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്, എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ്. പക്ഷേ ആ കുടുംബത്തിൽ ഇദ്ദേഹത്തിന് മാത്രം കുഷ്ഠരോഗം പിടിപെട്ടു. അദ്ദേഹത്തിൻ്റെ ജീവിതം ആകെ താളം തെറ്റി, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു, എല്ലാവരാലും അവഗണിക്കപ്പെട്ടു. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്ന് ചികിത്സയ്ക്ക് ആരംഭിച്ചു. അതിനിടയിൽ നോർമലാവുന്ന സ്ഥിതിയിൽ അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് കിടക്കും. പിന്നെ ഈ വഴിയോരങ്ങളിലിരുന്ന് ഭിക്ഷാടനമാണ്. ഇപ്പോൾ എൻ്റെ ആ ആകാശപ്പുറമുള്ള കൂട്ടുകാരൻ എന്ന് പറയുന്ന ആ സ്നേഹിതൻ ഇദ്ദേഹത്തിനെ കണ്ട് വണ്ടി നിർത്തുകയും വിശേഷം ചോദിക്കുകയും ചെയ്തപ്പോൾ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു അനുഭവം ഈ വ്യക്തിയിലൂടെ അനുഭവിച്ചപ്പോൾ കുഷ്ഠരോഗിക്കുണ്ടായ സന്തോഷം ചെറുതല്ല. പാപികളും ബലഹീനരുമായ മനുഷ്യർ ഇപ്രകാരം മനുഷ്യനോട്, കുഷ്ഠരോഗികളോടൊക്കെ ഇടപെടുന്നപ്പോൾ മനുഷ്യന് സന്തോഷമുണ്ടാകുന്നു എങ്കിൽ കുഷ്ഠത്തേക്കാൾ, കുഷ്ഠരോഗത്തേക്കാൾ, അവഗണനയേക്കാൾ അധികമായി മനുഷ്യൻ സ്നേഹിക്കുന്നെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ പ്രിയമുള്ളവരെ, യേശുക്രിസ്തു സാക്ഷാൽ ദൈവപുത്രൻ ആ കുഷ്ഠരോഗിയെ തൊട്ട് അവന് ശുദ്ധി വന്നു, അവന് സൗഖ്യം കിട്ടിയ സമയത്ത് അവൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഒരാളെ വെറുക്കുമ്പോൾ ഉണ്ടാകുന്ന അയാളുടെ മാനസികാവസ്ഥയും വേറൊരാളെ സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥയും വളരെ വ്യത്യസ്തമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ദൈവ കൃപ നമ്മളോട് കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ കുഷ്ഠരോഗികളായിട്ടുള്ള ആളുകൾ മാത്രമല്ല, സകല മനുഷ്യരോടും സമാധാനത്തോടും സ്നേഹത്തോടും കൂടെ വർത്തിക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ സ്തോത്രം, കർത്താവേ ആരാധന, കർത്താവേ ആരാധന. ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളെ ഒരു മഹാൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നാളെ ഒരു പക്ഷേ നഗരവീതിയിൽ വെച്ച് ക്രിസ്തുവിനെ നേരിൽ കണ്ടാൽ അങ്ങനെ കണ്ടുമുട്ടിയാൽ യേശു എൻ്റെ കണ്ണുകൾക്ക് കൂടുതൽ വെളിച്ചം നൽകിയേക്കും, എന്നെ തൊട്ട് എൻ്റെ ഉള്ളിലുള്ള കുഷ്ഠത്തെയൊക്കെ നീക്കിക്കളഞ്ഞേക്കും. എന്തുകൊണ്ടാണ് നമ്മൾ കുഷ്ഠരോഗികളെ അവഗണിക്കുന്നത്? അല്ലെങ്കിൽ പലവിധമായ രോഗബാധിതരെയും HIV ബാധിതരും. കഴിഞ്ഞ ദിവസം ഞാൻ HIV ബാധിതരായിട്ടുള്ള ഒരു സമൂഹത്തോട് അല്പസമയം ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവെക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. HIV ബാധിതരുടെ ഇടയിൽ പല സന്ദർഭങ്ങളിലും സ്നേഹ സാന്ത്വന വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാനും അവർക്ക്
മുൻകാലങ്ങളിലൊക്കെ ഭക്ഷണത്തിനാവശ്യമായ അരി മറ്റ് സാധനങ്ങളൊക്കെ കൊടുക്കുവാനും ബലഹീനായി എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരം ആളുകളോട് പുച്ഛവും അവഗണനയും? ഒന്ന്, നമ്മുടെ അറിവില്ലായ്മ. രണ്ട്, അവരുടെ ശരീരത്തെ കുഷ്ഠത്തേക്കാൾ അധികമായി നമ്മുടെ മനസ്സിന് കുഷ്ഠം ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്നെങ്കിലും തെരുവിൽ ക്രിസ്തുവിനെ നേരിൽ കണ്ടാൽ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു കുഷ്ഠരോഗിയായിട്ടും യേശുക്രിസ്തു HIV ബാധിതനായിട്ടും യേശുക്രിസ്തു കാരാഗ്രഹത്തിൽ കിടക്കുന്നയാളായിട്ടും യേശുക്രിസ്തു വിശന്നവനും വിയർത്തവനും മൺകുടിലിൽ പൂർണ്ണ വിവശനായിട്ടൊക്കെ നമ്മൾ കാണുമ്പോൾ, ഇതാ വിശുദ്ധ കുർബാന അനുഭവിച്ച നമ്മൾ ക്രിസ്തുവിനെയും കൊണ്ട് ആ കുടിലിൽ, ആ തെരുവിൽ കടന്നു ചെല്ലണമെന്ന് മദർ തെരേസായും ഫ്രാൻസിസ് സീസിയും ക്രിസ്തു യേശുവൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമേ നന്ദി, യേശുവേ സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു കുഷ്ഠരോഗിയെ സൗഖ്യപ്പെട്ടത് ഇത്ര പ്രാധാന്യത്തോടെ നമ്മുടെ സഭയിൽ, പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് നമുക്ക് വേണ്ടി ധ്യാനത്തിനായി വചനത്തെ ക്രമീകരിച്ചുവെങ്കിൽ നമ്മളുടെ ശുശ്രൂഷകളും ഒരു സൗഖ്യ ശുശ്രൂഷ തന്നെയാണ്. ഈ വചന ശുശ്രൂഷയും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഒരു സൗഖ്യ ശുശ്രൂഷയാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ്. നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുക എന്നാണ് യേശു അവനോട് പറയുന്നത്. യേശു തോറയെയും ദേവാലയ പുരോഹിതന്മാരെയും ബഹുമാനിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ലേവ്യ പുസ്തകത്തിൽ വായിച്ചല്ലോ, 14-ാം അധ്യായത്തിൽ കുഷ്ഠരോഗി പുരോഹിതൻ്റെ അടുക്കൽ ചെല്ലണം, പാളയത്തിന് പുറത്ത് അവനെ പരിശോധിക്കണം, രോഗം സുഖം പ്രാപിച്ചു എന്ന് കണ്ടാൽ ശുദ്ധിയുള്ള 2 പക്ഷികൾ, ദേവദാരു, ചുമന്നൂൽ, ഈസോപ്പ് ചെടി എന്ന് കൊണ്ടുവരാൻ നിർദ്ദേശിക്കണം. ഒരു മൺപാത്രത്തിൽ ശുദ്ധമായ ഉറവവെള്ളമെടുത്ത് പക്ഷികളൊന്നിനെ അതിന് മീതെ വെച്ച് കൊല്ലാൻ പുരോഹിതൻ കൽപ്പിക്കണം. ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിക്കുക. എന്തുകൊണ്ടാണ് യേശു പുരോഹിതൻ്റെ അടുത്ത് ചെന്നത്? അവന് സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ഈ ന്യായപ്രമാണം, ദൈവം പറഞ്ഞിരിക്കുന്ന ഈ നിയമം അനുസരിക്കണം. അപ്പോൾ ന്യായപ്രമാണത്തെയും പൗരോഹിത്യത്തെയും നീക്കിക്കളയാനല്ല യേശു വന്നത്, അതിനെ പൂർണ്ണതയിലെത്തിക്കുവാനാണ് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പൗരോഹിത്യത്തോടും സഭയോടും അതിൻ്റെ പാരമ്പര്യങ്ങളോടും അതിൻ്റെ അനുഷ്ഠാനങ്ങളോടൊക്കെ നമുക്ക് ബഹുമാനവും നമുക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. മദർ തെരേസയുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരിക്കൽ വായിച്ചു, ഒരു കൂട്ടം ഡോക്ടറോട് മദർ തെരേസ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ സൗഖ്യ ശുശ്രൂഷ തന്നെയാണ് തുടരുന്നത്. രോഗിയെ സ്പർശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവരെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം. നിർമ്മല ഹൃദയത്തോടെ സ്നേഹിച്ചുകൊണ്ട് രോഗിയെ സ്പർശിക്കുമ്പോൾ രോഗശാന്തിയുടെ കൃപാവരം ദൈവം നിങ്ങളിലൂടെ ഒഴുക്കും. ഹല്ലേലൂയ. മദർ തെരേസ ഡോക്ടർമാർക്ക് കൊടുത്ത ഒരു നിർദ്ദേശമാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ സൗഖ്യ ശുശ്രൂഷ തന്നെയാണ് തുടരുന്നത്. ഇത് വിശുദ്ധ ബലി അർപ്പിക്കുന്ന പുരോഹിതനും സുവിശേഷം പ്രസംഗിക്കുന്ന പ്രാസംഗികനും രോഗിയെ ശുശ്രൂഷിക്കുന്ന ഡോക്ടറും എല്ലാവർക്കും ഈ സൗഖ്യമുണ്ട്. എല്ലാവർക്കും ഇതിലൂടെ ഒരു ഹീലിംഗ് ഉണ്ട്, ആ ഒരു അഭിഷേകം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ധ്യാന കേന്ദ്രങ്ങളൊക്കെ ചെന്നിട്ട് വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട രോഗങ്ങൾ വരെ
പുരോഹിതന്മാരും സുവിശേഷകർക്ക് ആത്മനിറവിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണമായ സൗഖ്യം കിട്ടുന്നത്. അതുകൊണ്ട് രോഗിയെ സ്പർശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവരെ സ്നേഹിക്കണം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ബഹുമാനവും ആദരവും സ്നേഹവും രോഗിയോട് ഉണ്ടായിരിക്കണമെന്ന് മദർ തെരേസ പറയുകയാണ്. അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയുള്ളവരായിരിക്കണം. നിർമ്മല ഹൃദയത്തോടെ സ്നേഹിച്ചുകൊണ്ട് രോഗിയെ സ്പർശിക്കുമ്പോൾ രോഗശാന്തിയുടെ കൃപാവരം ദൈവം നിങ്ങളിലൂടെ ഒഴുക്കും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ദൈവത്തിൻ്റെ കൃപ നമ്മളിലൂടെ പാവങ്ങളിലേക്ക്, രോഗാതുരയിലേക്ക്, മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരിലേക്ക് ധാരാളമായി ഒഴുകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. 3 കാര്യമാണ് അവിടെ പറഞ്ഞത്. 1, സ്നേഹത്തോടെ ആയിരിക്കണം സ്പർശിക്കേണ്ടത്. അങ്ങനെ സ്പർശിക്കണമെങ്കിൽ രണ്ടാമത്തെ കാര്യം പ്രാർത്ഥിക്കണം. 3, നിർമ്മല ഹൃദയമായിരിക്കണം. അപ്പോൾ രോഗശാന്തിയുടെ കൃപാവരം ദൈവം നമ്മളിലൂടെ ഒഴുക്കും. ആരും സ്വയം കഴിവുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് വിചാരിക്കരുത്. സ്വയം കഴിവുകൊണ്ട് ആണിത് ചെയ്യുന്നതെന്ന് വിചാരിക്കരുത്. മഹാത്മാഗാന്ധി ഒരിക്കലിങ്ങനെ പറഞ്ഞു എന്ന് കേൾക്കാനിടയായിട്ടുണ്ട്. എനിക്ക് ഒരു ജന്മം കൂടി വേണ്ട, എങ്കിലും വീണ്ടും ഒരു ജന്മം ഉണ്ടായാൽ ഞാൻ അയിത്തജാതിക്കാരനായി ജനിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ സഹനത്തിലും അപമാനത്തിലും പങ്കുചേരാനും ഒരുപക്ഷെ അവരെയും എന്നെയും ആ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കാനും എനിക്ക് കഴിയുമല്ലോ. കൊള്ളരുതാത്തവനായ കുഷ്ഠരോഗിയെ സത്യത്തിലിവിടെ യേശു മോചിപ്പിക്കുകയാണ്. കുഷ്ഠരോഗികളുടെ ക്യാമ്പിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് എത്തിക്കുമ്പോൾ പലർക്കും അത് വേണ്ടവണ്ണം ക്രമീകരിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു കത്തോലിക്ക വൈദികൻ ഫാദർ ഡാമിയൻ മൊളോക്കോ ദ്വീപിലേക്ക് കപ്പൽ യാത്ര ചെയ്യുകയാണ്, കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുവാൻ. നമ്മുടെ മനസ്സിലും തഴയപ്പെട്ടവരോട്, വേദനിക്കുന്നവരോട് അല്പം സഹാനുഭൂതി, അല്പം സ്നേഹം കാണിക്കുവാൻ ഇന്നത്തെ വായന യേശു നമ്മളെ പ്രബോധിപ്പിക്കുന്നു, യേശു നമ്മളെ പ്രേരിപ്പിക്കുന്നു. അതിനായി യേശു നമ്മളെ വിളിക്കുന്നു. സഭ നമ്മളെ അതിന് ഉത്തരവാദിത്തോടെ ഭരമേൽപ്പിക്കുന്നു. അതാണ് ഈ ഞായറാഴ്ച ഈ വായന സഭ നമുക്ക് ക്രമീകരിച്ചു തന്നതിൻ്റെ കാരണം. ഓരോ വായനയും ഒരു പ്രസംഗവും പാഴായി പോകുന്നില്ല, എല്ലാം ക്രിസ്തു യേശുവിൽ. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്നലെ നമ്മൾ സന്ധ്യാവായനയിൽ നിന്നും പ്രഭാതത്തിൽ നിന്നൊക്കെ വായിച്ചു കേട്ടു, പഴയ നിയമ വായനകളെല്ലാം വായിച്ചു കേട്ടു. എല്ലാ വായനകളും ക്രിസ്തു യേശുവിൽ തന്നെയുള്ളതാണ്. എല്ലാം ക്രിസ്തുവിലൂടെ പൂർണ്ണമാകുന്നതാണ് നമ്മൾ ധ്യാനിച്ച എല്ലാ ധ്യാനങ്ങളും. ക്രിസ്തുവിനെ കൂടാതെ ഒന്നുമില്ല, ക്രിസ്തുവിനെ കൂടാതെ ഒന്നുമില്ല. എൻ്റെ പ്രിയമുള്ളവരെ, എല്ലാം അവനിലൂടെയാണ് എല്ലാം രൂപപ്പെട്ടിരിക്കുന്നത്, അവനിലാണ് അതിൻ്റെ എല്ലാം പൂർണ്ണതയും. അപ്പോൾ അശുദ്ധനെ ശുദ്ധനാക്കുവാൻ ദൈവത്തിന് കഴിയും. എല്ലാറ്റിനും ഒരു സമയമുണ്ട്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. പഴയ നിയമത്തിൽ പുരോഹിതൻ്റെ അനുവാദമുണ്ടായിട്ടേ അവന് ശുദ്ധി ഉണ്ടാകാൻ സാധ്യമുള്ളൂ. അവൻ ഏകനായിരിക്കണമെന്ന് ദൈവം പറഞ്ഞുവെങ്കിൽ ദൈവം തന്നെ ഭൂമിയിലേക്ക് വന്നിട്ട് ആ ഏകനായി പോയവൻ്റെ സങ്കടങ്ങളും വേദനകളും മനസ്സിലാക്കി. ഒരുപക്ഷെ ദൈവമെന്ന് ഇവൻ ഏകനായിരിക്കണമെന്ന് പറഞ്ഞത് പകർച്ചവ്യാധി തടയാൻ വേണ്ടിയായിരിക്കും. അങ്ങനെയാണ്. ഒരുമിച്ച് താമസിക്കുമ്പോൾ രോഗം പകരുമല്ലോ. പക്ഷേ അത് തടയുന്നതിന് വേണ്ടി അങ്ങനെ പറഞ്ഞു എന്ന് ഇരിക്കുമ്പോൾ തന്നെ ഇത്രയും വലിയൊരു ക്രൂരത മനുഷ്യനോട്
ചെയ്യുമെന്ന് ഒരിക്കലും ദൈവം പോലും വിചാരിച്ചു കാണില്ല മനുഷ്യർ. HIV ബാധിതരായ കുട്ടികളെ പഠിക്കുന്നിടത്ത് കേട്ടില്ല എന്നല്ലോ. ഞങ്ങൾ ഭിക്ഷാടകരായി അലഞ്ഞു നടക്കുന്ന മക്കൾക്ക് വേണ്ടി ലവ് ഫെസ്റ്റ് ക്യാമ്പ് എന്ന് പറഞ്ഞ ഒരു ധ്യാനം നടത്തും. ആ ധ്യാനത്തിൽ ഞങ്ങൾ 2 സ്ഥലത്ത് ധ്യാനം ഇതുപോലെ നടത്താൻ തീരുമാനിച്ചു. വഴിയിലൊക്കെ അലഞ്ഞു നടക്കുന്ന ഭിക്ഷാടകരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു സ്നേഹത്തിൻ്റെ ഒരു ക്യാമ്പുണ്ട്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ ചെയ്തു തരും, നിങ്ങൾ വന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ഞങ്ങളുടെ അനുഭവത്തിൽ പല സ്ഥലത്ത് ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. 2 അനുഭവം ഉണ്ടായി. 2 പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സ്കൂളിൽ അങ്ങനെയൊരു വേനൽ സ്കൂൾ അവധി കാലത്ത് ഒരു സ്കൂളിൽ വെച്ച് ആ ക്യാമ്പ് നടത്താമെന്ന് വിചാരിച്ചപ്പോൾ വികാരിയച്ഛനെ സമ്മതിച്ചു. പക്ഷേ ആ പള്ളിയിലെ ചില ഭരണസമിതിയിലൊക്കെ ഉള്ള ആളുകളും വേറെ ചിലരൊക്കെ ചേർന്നിട്ട് അതിനെ തടുത്തു. ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സ്കൂൾ തുറക്കുമ്പോൾ ഞങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ വന്ന് പഠിക്കേണ്ടവരാണ്. കണ്ട അശുദ്ധരെയും രോഗികളെയും പകർച്ചവ്യാധിയുള്ളവരെയൊക്കെ കൊണ്ടുവന്ന് വിളിച്ചിരുത്തി ഞങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിനെ അശുദ്ധമാക്കിയാൽ ഞങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് വിടില്ല എന്ന് പറഞ്ഞ് വികാരിയച്ഛനെതിരെ ഖരാവ് മുഴക്കുകയും വികാരിയച്ഛനെതിരെ നിസ്സഹായാവസ്ഥ പറയുകയും ഞങ്ങൾ പിന്നീട് ആ സ്ഥലം മാറ്റി വേറെ സ്ഥലത്തേക്ക് അത് ക്രമീകരിക്കപ്പെടുകയൊക്കെ ചെയ്ത അനുഭവങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, എന്നും അവനവൻ്റെ കാര്യം മാത്രമല്ല, അവനവൻ്റെ മക്കളുടെ കാര്യം മാത്രമല്ല, അതൊക്കെ എത്രമാത്രം ഭാവിയിൽ ശാശ്വതമാകുമെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. മറ്റുള്ളവർക്കും ഒരു നന്മ, അവഗണിക്കപ്പെട്ടവർക്കും ഉപേക്ഷിക്കപ്പെട്ടവർക്കും സ്വയം വെറുത്തും മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ടും ഈ ഭൂമിയിൽ ജീവിക്കുന്ന അനേകരെ അല്പം സ്നേഹത്തോടെ ക്രിസ്തുവിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തോടെ ഒന്ന് നോക്കാൻ, ഒന്ന് കൈപിടിക്കാൻ, ഒന്ന് കൈപിടിച്ചുയർത്താൻ നമ്മൾക്ക് കഴിഞ്ഞാൽ അത്രയും വലിയ സ്വർഗം വേറെയില്ല. സ്വർഗം, ദൈവരാജ്യം അവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, ഇവിടെ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പോകണ്ട. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. ഇത് പഠിപ്പിച്ച യേശു, ഇത് പറഞ്ഞ യേശു കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യപ്പെടുത്തിക്കൊണ്ട് അത് നമുക്ക് ആ യുഗാന്ത്യം, ഈ ലോകത്തിൻ്റെ അന്ത്യം കഴിഞ്ഞു, നിങ്ങൾ ക്രിസ്തുവിലാണ്, പുതിയ സഭയിലാണ് എന്ന് പഠിപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഈ ഞായറാഴ്ച വിശുദ്ധ ആരാധന കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ, ദൈവമേ, ഒരു മനുഷ്യനെ അവൻ ഏതവസ്ഥയിൽ ജീവിക്കുന്നവനാണെങ്കിലും അവനെ ബഹുമാനത്തോടെ കാണുവാൻ, യേശുവിനെ പോലെ കാണുവാൻ, വിശുദ്ധ കുർബാന അനുഭവിച്ച അതേ ബഹുമാനത്തോടെ കാണുവാൻ, അതേ ബഹുമാനത്തോടെ വ്യക്തിയെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും അനുഗ്രഹങ്ങളും നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. അനേകർക്ക് ഈ വചന സന്ദേശം ലഭ്യമാക്കാൻ തക്കവണ്ണം നിങ്ങളുടെ ശുശ്രൂഷ ക്രമീകരണത്തിൽ കൊണ്ടുവരണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.